കിച്ചു ഋതപ്പ കിച്ചുവിനെ ഋതപ്പനെ ഒത്തിരി ഒരുപാട് ഞാൻ എന്നെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു അവരെ രണ്ടുപേരെ. എനിക്ക് എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി പറയണമെന്നുണ്ട്. സുഹൃത്തുക്കൾ അവരുടെ അമ്മമാരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കിച്ചുവിനെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഈ രേണു. ഇതിൽ പറഞ്ഞത് അല്ലെങ്കിൽ പോലും ഇപ്പോൾ മകനാണെന്ന് പറഞ്ഞുകൊണ്ട് രേണു നടക്കുന്നുണ്ടല്ലോ, ആ മകന് പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലാണ് രേണു കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ. ഇനി നാളെ ആ ചെറിയ മകൻ വളർന്ന് വലുതായി വരുമ്പോൾ അവനോട് രേണു എന്തുത്തരം പറയും? അവൻ ഈ വീഡിയോ കാണും, അവന് നാളെ ചോദിക്കും എന്തുകൊണ്ടാണ് അമ്മേ ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. രേണു അതിന് ഉത്തരം കരുതി വെച്ചോ. കൂട്ടുകാരുടെ അമ്മമാരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ ഒരു മകനെ കൊണ്ട് എത്തിച്ച രേണു സമ്മതിച്ചു. അത്യാവശ്യം നല്ല രീതിയിലുള്ള പണികളൊക്കെ കുടുംബക്കാരും നാട്ടുകാരും എല്ലാവരും കൂടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കേസിന് കേസ്, എക്സൈസ് കേസ്, സൈബർ കേസ്, ഇതാ ഇപ്പം മകനും രംഗത്ത് വന്നിരിക്കുകയാണ്. ഞാൻ അതെല്ലാം ഓർക്കുന്നത് തോട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ എവിടെ പോയി വേണമെങ്കിലും അന്വേഷിച്ചോളൂ. ഇതാ സോഡ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോണാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതും യൂസ് ചെയ്യാം, ഹാർട്ട് ഈ ഒരു സ്റ്റോൺ യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഓരോ ചക്ര ആക്റ്റീവ് ആക്കാനോ അതിനുള്ള എനർജി കൂട്ടാനും വേണ്ടിയിട്ട് നമുക്ക് ഓരോരോ സ്റ്റോൺ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ ചർച്ചയായ ഒരു വിഷയമാണ് കിച്ചു രേണു സുധി തമ്മിലുള്ള ഒരു വിഷയം. രേണു സുധി കിച്ചുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. അതേപോലെ പല കാര്യങ്ങളും കിച്ചു മനസ്സിൽ ഒതുക്കി നടക്കുന്നത്, അതെന്തോ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരെന്താ ഇങ്ങനെ അവന് വാ തുറന്നോടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലുള്ളവരാണെങ്കിലും പല മീഡിയാസും കിച്ചുവിനെതിരെയാണ് എത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ യഥാർത്ഥ സത്യം എന്താണെന്ന്, രേണുസുധി എന്താണെന്ന്, താൻ അനുഭവിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും എണ്ണി രേണുസുധിക്കെതിരെ എത്തിയിരിക്കുകയാണ് കേട്ടോ കിച്ചു എന്ന് പറയുന്ന സുധിയുടെ മകൻ. എന്നാൽ രേണുവിന് എപ്പോഴുള്ളൊരു അഹങ്കാരമായിരുന്നോ അല്ലെങ്കിൽ ധൈര്യമായിരുന്നോ രേണുവിനെതിരെ മകൻ കിച്ചു ഒരു വാക്കുപോലും പറയില്ലാതെ? അതിന് വേണ്ടിയിട്ട് രേണു മകനെ നക്കാപ്പിച്ച പൈസ കൊടുത്ത് ഒതുക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ എല്ലാത്തിനും അപ്പുറം ഒരു ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്ന ഓരോ മനുഷ്യനും ഒരു ഘട്ടം കഴിയുമ്പോൾ അതെല്ലാം പൊട്ടിച്ച് പുറത്തേക്ക് വരുന്ന പറയില്ലേ, അതേപോലെ തന്നെ കിച്ചുവിൻ്റെ നേരെ വരച്ചിരിക്കുന്ന വര അല്ലെങ്കിൽ കയറ് പൊട്ടിച്ച് കിച്ചു ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോ മുഴുവനും കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു പാവമൊക്കെ തോന്നി. നമുക്കത് ആ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു റീച്ചിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ മുഖത്ത് കരിവാരി തേക്കാൻ വേണ്ടിയിട്ടോ ഉണ്ടാക്കിയെടുത്ത ഒരു ഫേക്ക് സ്റ്റോറി അല്ല, ആളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ്. കിച്ചു എന്താ പറയുന്നത് നമുക്ക് കേൾക്കാം. അതിനു മുമ്പ് ഞാൻ അതിൻ്റെ ഒരു ഷോർട്ടായിട്ട് സംഭവിച്ചതെന്ന് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ, കിച്ചുവും സുധിച്ചേട്ടനും കൂടെ ഒരുമിച്ച് താമസിക്കായിരുന്നു. 1.5 വയസ്സ് 2 വയസ്സുള്ളപ്പോൾ തന്നെ കിച്ചുവിൻ്റെ ആദ്യത്തെ അമ്മ ശാലിനി എന്ന് പറയുന്ന ആദ്യത്തെ അമ്മ ആരുടെ കൂടെ പോയി. അന്ന് കിച്ചുവും സുധിച്ചേട്ടനും കൂടി ഒരു ആത്മഹത്യ അല്ലെങ്കിൽ ജീവിക്കേണ്ട എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോയി. പിന്നീടാണ് അവർ മറ്റൊരു വിവാഹം കഴിക്കുന്നത്. ആ വ്യക്തിക്ക് അല്ലെങ്കിൽ വീണ എന്ന് പറയുന്ന ആ ഒരു ലേഡിക്ക് കിച്ചുവിനോട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് അനുഭവിച്ച വിഷമങ്ങളും പിന്നീട് രേണുസുധിയെ കണ്ടുമുട്ടുന്നതും, അവർ വിവാഹം കഴിച്ച ശേഷം രേണുസുധിയും സുധി എന്ന് പറയുന്ന വ്യക്തി വിവാഹം കഴിച്ച ശേഷം കിച്ചു എന്ന് പറയുന്ന മകൻ അനുഭവിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇത് ഓരോന്ന് എടുത്തെടുത്ത് കിച്ചു പറഞ്ഞു വരുമ്പോൾ ഉണ്ടല്ലോ, രേണു ഇത്ര നാൾ നമ്മളോട് പറഞ്ഞിരുന്നതെല്ലാം പച്ചക്കള്ളമാണെന്ന് ഒരു തെളിവുകൾ നമുക്ക് വേണ്ട. എന്തുമാത്രം കള്ളങ്ങൾ പറഞ്ഞാണ് രേണുസുധി എന്ന് പറയുന്ന ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ പിടിച്ചിരുന്നത്. ഇതെല്ലാം പോട്ടെ ഗൈസ്, ആ ബിഗ് ബോസ് വീട്ടിൽ പോയിട്ട് എന്തൊക്കെയാ പ്രഹസനങ്ങൾ, തത്തമ്മേ എൻ്റെ കിച്ചു, തത്തമ്മേ എൻ്റെ ഋതപ്പൻ എന്നൊക്കെ പറഞ്ഞ് ഋതപ്പനെ കിച്ചുവിനെ കാണാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിരുന്ന രേണുവിൻ്റെ കള്ളത്തരൊക്കെ പൊളിഞ്ഞ് രേണു എന്തിനാണ് പുറത്ത് ചാടണമെന്ന് പറഞ്ഞു നിന്നത്? ഇവരെ കാണാൻ വേണ്ടിയിട്ടൊന്നും അല്ല. രേണു ഇപ്പം നടക്കുന്ന നടപ്പില്ലേ അമ്മ, അതിന് നടക്കാൻ വേണ്ടിയിട്ടാണ് രേണുവിന് അന്ന് കിടന്ന് ബിഗ് ബോസ് കിടന്ന് മോങ്ങിയത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗെയിം ആയിരിക്കാം. കിച്ചു ഋതപ്പ അമ്മയ്ക്ക് നിങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തും. ഞാൻ എന്നെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു അവരെ രണ്ടുപേരെ. മിസ് യു മക്കളെ. പക്ഷെ രേണുവിൻ്റെ മുഖംമൂടി വലിച്ചു കീറി വന്നിരിക്കുകയാണ്. അതാണ് സത്യം എന്ന് പറയുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. രേണു എങ്ങനെയാണ് ജീവിച്ചത് അല്ലെങ്കിൽ എങ്ങനെയാണ് കിച്ചു എന്ന് പറയുന്ന മകനോട് കാണിച്ചത് എന്നുള്ളത് ഇപ്പോൾ ഈ വീഡിയോയിൽ കിച്ചുവിൻ്റെ നാവിൽ നിന്ന് നമുക്ക് കേൾക്കാം. ഈ രേണുവിൽ നിന്നും അനുഭവിച്ചിട്ടുള്ള പീഡനങ്ങൾ ഓരോന്ന് എണ്ണി പറഞ്ഞുകൊണ്ടാണ് കിച്ചു വന്നിരിക്കുന്നത്. ഞാനൊരു ഡിസ്ക്ലൈമർ പോലെ ഒന്ന് പറഞ്ഞോട്ടെ, ഇത് ഒരു കുട്ടി അനുഭവിച്ചിട്ടുള്ള ഒരു വേദനയാണ്. ഇതൊരു പക്ഷേ ഫേക്ക് സ്റ്റോറി ആണെന്ന് നിങ്ങൾ കാണുന്ന പലർക്കും തോന്നുകയാണെങ്കിൽ അതിനൊന്നും എനിക്ക് പറയാനില്ല. പക്ഷേ ഇത് കേട്ടോണ്ടിരുന്ന മനുഷ്യപ്പറ്റുള്ള അല്ലെങ്കിൽ കണ്ണിൽ ചോരയുള്ളവർക്ക് മനസ്സിലാകും ഇതൊരിക്കലും കിച്ചു എന്ന് പറയുന്ന വ്യക്തി ഫേക്ക് ആയിട്ടുണ്ടാക്കിയല്ല. അവൻ്റെ ജീവിതത്തിൽ അവൻ ഓരോ ഘട്ടത്തിൽ അനുഭവിച്ചിട്ടുള്ളത് എണ്ണി അവൻ പറയുകയാണ്. ഇങ്ങനെയുള്ള അമ്മമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. രേണുസുധി ഒരിക്കലും ഇങ്ങനത്തെ ഒരു അമ്മയാണെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല. തുടക്കം മുതൽ കിച്ചു പറയുന്നുണ്ട്. ഒരു 10-13 മിനിറ്റുള്ളൊരു വീഡിയോ ആണ് കേട്ടോ, നമുക്കൊന്ന് കേൾക്കാം. ഇത്രയും നാളായിട്ട് പറയാത്ത ഒരു കാര്യം ഇപ്പോൾ എന്തുകൊണ്ട് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
രേണു സുധി ഇപ്പോൾ കാട്ടിക്കൂട്ടുന്ന ഓരോ വൃത്തികേടുകളും ഒരു പക്ഷേ കിച്ചുവിൻ്റെ സുഹൃത്തുക്കളുണ്ട്. കിച്ചു ഇങ്ങനൊരു ട്രോമയിൽ നിൽക്കുന്ന സമയത്ത് കിച്ചുവിനെ കൈപിടിച്ച് കയറ്റിയ 2-3 സുഹൃത്തുക്കൾ അവരുടെ അമ്മമാരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കിച്ചുവിനെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഈ രേണു. നമ്മൾ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നാളെ ആ ഋതപ്പൻ എന്ന് പറയുന്ന മകൻ വളർന്ന് വലുതായി കഴിയുമ്പോൾ രേണു അതിന് ഉത്തരം കണ്ടുപിടിച്ചോന്ന്. ഇപ്പോൾ സ്വന്തം രക്തത്തിൽ പറഞ്ഞതല്ലെങ്കിൽ പോലും ഇപ്പോൾ മകനാണെന്ന് പറഞ്ഞുകൊണ്ട് രേണു നടക്കുന്നുണ്ടല്ലോ. ആ മകന് പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലാണ് രേണു കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ. ഇനി നാളെ ആ ചെറിയ മകൻ വളർന്ന് വലുതായി വരുമ്പോൾ അവനോട് രേണു എന്ത് ഉത്തരം പറയും? അവൻ ഈ വീഡിയോ കാണും, അവനും നാളെ ചോദിക്കും എന്തുകൊണ്ടാണ് അമ്മേ ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. രേണു അതിന് ഉത്തരം കരുതി വെച്ചോ. എനിക്ക് എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി പറയണമെന്നുണ്ട്. ആദ്യം എൻ്റെ സ്വന്തം അമ്മ ശാലിനി എന്നാട്ടെ എൻ്റെ സ്വന്തം അമ്മയുടെ പേര്. അപ്പം അവിടെ രണ്ടോടെ ഭയങ്കര ഫൈറ്റ് നേസിട്ടോട്ടെ അവരുടെ ഭയങ്കര അമ്മ അപ്പം എന്തോ എൻ്റെ 2-1.5 വയസ്സിലുള്ളപ്പം വേറൊരാളുടെ കൂടെ പോയി. ഇനി വരണ്ട ഇവിടെ നിന്നു. അച്ഛൻ്റെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു. ഒരു കൂട്ടുകാരൻ്റെ സ്കൂട്ടറും കണ്ട ആ സ്കൂട്ടർ എടുത്തോണ്ടാകുമെന്നാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞത്. അമ്മ പോയ ശേഷം സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി വീണ്ടും ജീവിക്കണ്ട, മുന്നോട്ട് പോകണ്ട എന്നൊക്കെ പറഞ്ഞു നിന്നു. അപ്പോൾ മകനെ ഒഴിവാക്കിയിട്ട് ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു നിമിഷത്തെക്കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അതിനുശേഷമാണ് വീണ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കല്യാണം കഴിക്കുന്നത്. പിന്നീട് അവിടെ അനുഭവിച്ചുള്ള പീഡനങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പീഡനങ്ങൾ ഈ കിച്ചു എന്ന് പറയുന്ന വളരെ ചെറിയൊരു കുട്ടി അനുഭവിച്ചിട്ടുണ്ട് ആ ഒരു പ്രായത്തിൽ. വൈകിട്ട് ഒരു ടൈമുണ്ട്, ആ ടൈമിലെല്ലാം എന്നെ ഒന്ന് കാണും. സ്വന്തം അച്ഛനെ കാണാൻ ഒരു ടൈം വെച്ചിരിക്കുകയാണ് രണ്ടാനമ്മ. വീണ എന്ന് പറയുന്ന രണ്ടാനമ്മ സ്വന്തം അച്ഛനെ കാണാനായിട്ട് ഒരു ടൈം വെച്ചിരിക്കുക. ആ ടൈമിലേ കാണാൻ പറ്റുള്ളൂ എന്നത്രേ. എനിക്ക് എന്തോ എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇഷ്ടമല്ലായിരുന്നു അവർക്ക്. ഞാൻ അച്ഛനെ സുധിക്കുട്ടാന്നൊക്കെ വിളിച്ചോണ്ടിരുന്നത്. അതൊന്നും അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. മനസ്സിലുണ്ട് എൻ്റെ എല്ലാ കാര്യം. അതെങ്ങനെ പുറത്തോട്ട് പറയണമെന്ന് എനിക്കറിയത്തില്ല. കുറെ നാൾ എറണാകുളത്ത് തന്നെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും ഒരു ദിവസം ഒരു വീഡിയോ കോളില് ഇപ്പൊ കാണുന്ന അമ്മയില്ലേ രേണു സുധി ഇപ്പോഴത്തെ ഹീറോ, ഇപ്പൊ സെലിബ്രിറ്റി രേണു സുധി. ആദ്യം അമ്മേനെ വീഡിയോ കോളിൽ കാണുന്ന ആ ടൈമിൽ ഭയങ്കരമായിട്ട് കമ്പനിയായി അമ്മയായിട്ട്. സൂപ്പറായിരുന്നു ആ ടൈമിൽ. അപ്പം അങ്ങനെ ഒരു ദിവസം അമ്മ ഞങ്ങൾ എറണാകുളത്ത് നിൽക്കുമായിരുന്നു. ഞങ്ങളെ ആദ്യം ഞാൻ കാണാൻ വന്ന് ഇങ്ങനെ കണ്ട് ഭയങ്കരമായിട്ട് കമ്പനിയായി. മനസ്സിലായി? അങ്ങനെ ഒരു ഭയങ്കര കമ്പനിയായി. ഇങ്ങനെ ഒരു ഇതില്ല, ഇങ്ങനെ കമ്പനിയായി. പിന്നെ അച്ഛനും ഇങ്ങനെ എൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഒരു ദിവസം എൻ്റെ അടുത്ത് വെച്ച് ഇങ്ങനെ ഞാൻ കല്യാണം കഴിക്കട്ടെ. രണ്ടാമത്തെ ആളെ പിരിഞ്ഞ ശേഷം, രണ്ടാമത്തെ കെട്ടിയ ആളെ പിരിഞ്ഞ ശേഷം പിന്നീട് രേണുമായിട്ടുള്ള ഒരു ബന്ധം തുടങ്ങുന്നു. പിന്നെ മകനോട് ചോദിക്കുന്നു വിവാഹം കഴിച്ചോട്ടെ എന്ന്. മകൻ അച്ഛൻ ഇഷ്ടമാണെങ്കിൽ വിവാഹം കഴിച്ചോ എന്ന് പറയുന്നു. അവർ വിവാഹം കഴിക്കുന്നു. ആദ്യമൊക്കെ വളരെ സ്നേഹത്തോടു കൂടി രേണു സുധി കൊണ്ടുപോകുന്നു. അതങ്ങനെയാണല്ലോ. അത് കഴിഞ്ഞിട്ടാണ് രേണു സുധിയുടെ തനി സ്വഭാവം എടുക്കുന്നത്. അതെപ്പോഴാ? കൊല്ലത്ത് നിന്ന് വിവാഹം കഴിച്ച് കൊല്ലത്തേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു വഴക്കുണ്ടായി കഴിഞ്ഞ ശേഷം തിരിച്ച് ഭർത്താവിനെയും കൊച്ചിനെയും കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് വരുന്നു. ആ വീട്ടുകാരെ മൊത്തം നോക്കിക്കൊണ്ടിരുന്നത് ഈ സുധി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് രേണുവിൻ്റെ നെക്സ്റ്റ് ലെവൽ ക്യാരക്ടർ. അതും വിശദമായിട്ട് രേണുവിൻ്റെ മകനെന്ന് രേണു അവകാശപ്പെടുന്ന കിച്ചുക്കുട്ടൻ പറയുന്നുണ്ട്. നിനക്ക് എന്താണ് പറയാനുള്ളത്? അച്ഛന് ഇഷ്ടമാണോ? ഞാൻ ഇങ്ങനെ വെച്ചാൽ അച്ഛന് ഇഷ്ടമാണോ? നമുക്ക് ആ രീതിയിൽ പറഞ്ഞു. അപ്പം അങ്ങനെ കൊല്ലത്തെ വീട്ടിലൊക്കെ വന്ന് ഇവിടെ സംസാരിച്ച് വല്യമ്മയൊക്കെ ആയിട്ട് സംസാരിച്ച്. അല്ല, അതിൻ്റെ ഇടയ്ക്ക് ഇത് കിടന്നിട്ടുണ്ട്. വീണയും അച്ഛനും തമ്മിൽ ഡിവോഴ്സ് കാര്യങ്ങളെല്ലാം ആയി. ഇങ്ങനെ പൈസ കൊടുക്കണം അങ്ങനത്തെ രീതിയിൽ ഉള്ള രീതിയിൽ പൈസയൊക്കെ കൊടുത്ത് ഡിവോഴ്സായി. ഞാനും അച്ഛനും അമ്മയും എല്ലാവരും കൊല്ലത്ത് നിൽക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൊല്ലത്ത് വെച്ചിട്ട് ചെറിയൊരു വഴക്കായി. ഞങ്ങൾ കോട്ടയം പോകുന്നു. രേണു സുധിയുടെ നാട്ടിലേക്ക് പോകുന്നു. കഥ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. മൂന്നാമത് വിവാഹം കഴിക്കുന്നു. അത് കഴിഞ്ഞ് രേണു സുധി കൊല്ലത്ത് വഴക്കുണ്ടാക്കിയിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ മനസ്സിലാക്കാലോ, ഹൈന്ദവ മതത്തിൽ ജനിച്ച സുധി എന്ന് പറയുന്നൊരു വ്യക്തിയെ അടക്കം ചെയ്തത് ക്രിസ്ത്യൻ ആചാരപ്രകാരമാണ്. അതെന്തുകൊണ്ടാണെന്നുള്ളതിന്റെ തുടക്കം ഇവിടെ നിന്നാണ്. സ്റ്റോറി സ്റ്റാർട്ട്സ് നൗ എന്ന് പറയാം അല്ലേ? ആദ്യമൊക്കെ ഭയങ്കര രസമായിരുന്നു. ആദ്യമൊക്കെ സെറ്റപ്പ്. പിന്നെ അങ്ങോട്ട് പോവാ എന്തൊക്കെയോ ഇതാവുന്നു.
അല്ലാണ്ട് ഒരു സ്വഭാവമൊക്കെ ഒരു മാറ്റം. ഈ എല്ലാവരും ഉദ്ദേശം ആരെന്നറിയോ? രേണുസുധിയുടെ കുടുംബമല്ലേ, വീട്ടുകാര്, അച്ഛനമ്മ, ചേച്ചി, കുടുംബക്കാര്, അവരാണ് പറയുന്നത്. ആദ്യമൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു, പിന്നെ അവരുടെ സ്വഭാവത്തിലൊക്കെ മാറി. അതെങ്ങനെയാണ്, കുറച്ച് കഴിയുമ്പോൾ തനി സ്വഭാവം വരും. എന്തൊക്കെയോ എന്തോ പറയണമെന്ന് എനിക്ക് എന്ന് പറഞ്ഞാൽ വേറെ കണക്ഷൻ ഇല്ല. അച്ഛൻ മാത്രം എൻ്റെ റൂമിൽ വരും, എനിക്ക് ഫുഡ് തരും, പോവും. ഇടയ്ക്ക് ഋതപ്പം വല്ലതും റൂമിൽ വന്നിരിക്കും. ആര്? ഋതപ്പനോ? അപ്പൊ പണ്ട് നടന്ന സംഭവമല്ല കേട്ടോ, ഈ അടുത്ത്. ഋതപ്പൻ ജനിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടാകും? അധികമൊന്നും ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ആ വർഷക്കാലം ഋതപ്പം വന്ന ശേഷം നടക്കാൻ പ്രായമായതുകൊണ്ടാണല്ലോ റൂമിലേക്ക് പോകുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി മരിക്കുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് നടക്കുന്ന കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ രേണു സുധി എന്തൊക്കെയാ പറഞ്ഞത്? എൻ്റെ കിച്ചുവാണ് എൻ്റെ എല്ലാം, കിച്ചുവാണ് എൻ്റെ നാട്ടുകാരുടെ മക്കളെ പോലെ സ്വന്തം മക്കളായിട്ട് കാണുന്ന വിധവകളെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് പോയ രേണു സുധി അവിടെ ചെന്നിട്ട് മക്കളെ കാണാണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എല്ലാത്തിനേക്കാളും ബിഗ് ബോസ് പോലെ അത്രയും വലിയ പ്ലാറ്റ്ഫോം എനിക്ക് ഒന്നുമല്ല, എൻ്റെ മക്കളാണ് എനിക്ക് വലുത് എന്നൊക്കെ പറഞ്ഞ് നന്മയുടെ നിറകുടമായി പുറത്തിറങ്ങിയ രേണു സുധി എന്തുകൊണ്ടാണ് അവിടെ കിടന്ന് ഗൗപ്രായങ്ങൾ കാട്ടി പുറത്തിറങ്ങിയതെന്ന് ഇപ്പം ഏകദേശം എല്ലാവർക്കും വ്യക്തമായി കാണുമല്ലോ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂട്ടോ. എന്തായാലും എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇപ്പം കിടന്ന് കാട്ടിക്കൂട്ടുന്ന ഗോപ്രായങ്ങളില്ലേ, അത് കാണിക്കാൻ പറ്റാത്തതിൻ്റെ ആ സഫോക്കേഷനാണ് അവിടെ കിടന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. പറ്റുന്നുണ്ടായിരുന്നില്ല, അപ്പോൾ പുറത്തേക്ക് ഇറങ്ങണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കാട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നത്. മക്കളോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല എന്നുള്ളത് പകല് പോലെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം മക്കളോടുള്ള സ്നേഹം കൊണ്ടാണെങ്കിൽ കിടക്കുന്നതും ഉറങ്ങുന്നതും തിന്നുന്നതും എന്താ പറയുക നടക്കുന്നതും എന്തും വീഡിയോയുടെ മുന്നിൽ മീഡിയാസിന് മുന്നിൽ തുറന്ന് കാണിക്കുന്ന രേണു സുധി മക്കളുടെ കൂടെ ഇരിക്കുന്നതോ മക്കളുടെ കൂടെ കളിക്കുന്നതോ കിച്ചു ആണെങ്കിലും മറ്റേതാണെങ്കിലും എന്തൊക്കെ രേണു കാണിക്കുന്നുണ്ട്. എല്ലാം പ്രഹസനങ്ങൾ മാത്രമാണ്. അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ മക്കൾക്ക് വേണ്ടിയിട്ടല്ല രേണു പുറത്തിറങ്ങിയത്. മക്കൾക്ക് വേണ്ടി ഒരു നിമിഷം പോലും സ്പെൻഡ് ചെയ്യാൻ കഴിവില്ലാത്ത സമയമില്ലാത്ത രേണു സുധിയുടെ കപടമുഖങ്ങളെല്ലാം ദാ കിച്ചു എന്ന മകൻ വലിച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഋതപ്പനെ ഞാൻ പിടിച്ച് മടിയെടുത്ത് കീബോർഡിലേക്ക് ഋതപ്പം കളിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കും. ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, ആരുടെ മിണ്ടത്തില്ല. എന്തോ ഒരു ഇതായി അപ്പം എനിക്ക് അപ്പം മുതൽ. പിന്നെ കൊറോണ വന്നിട്ട് ഋതപ്പനുണ്ട് കേട്ടോ ആ ടൈമിലൊക്കെ. കൊറോണ വന്ന് അതിനിടയ്ക്ക് അച്ഛനൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ഒരു വെബ് സീരീസൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അച്ഛൻ കുറേ ആർട്ടിസ്റ്റുകളൊക്കെ വിളിച്ച്. ആ സമയം ലോക്ക്ഡൗൺ ആയി, ആൾക്കാർ അവിടെയും പെട്ടുപോയി. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഇതൊക്കെ ചിലവൊപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ, അച്ഛൻ, അമ്മ, ഋതപ്പൻ, അമ്മയുടെ ചേച്ചി, അളിയൻ, അതായത് രമ്യ ചേച്ചി, അളിയൻ, അവരുടെ 2 മക്കള്, പപ്പ, അമ്മ, ഇവരുടെ ഇത്രയും പേരുടെ ചിലവ് അച്ഛൻ ഒറ്റയ്ക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്ന. മനസ്സിലായ? അത് ആ ടൈമിൽ ഇങ്ങനെ അച്ഛനാണെങ്കിൽ അച്ഛന് എൻ്റെ ഒരു മെയിൻ സ്വഭാവം നോ പറയാൻ അറിയത്തില്ല ആരുടെ മുന്നിൽ. അത് ഞങ്ങൾക്ക് 2 പേർക്കും അറിയാം. ഞങ്ങളുടെ കൊള്ളാത്ത സ്വഭാവം. ഒരു പൈസ മാത്രമാണ് ഇങ്ങനെ കിട്ടുന്നൊരു സ്നേഹം എന്താണെന്ന് വെച്ചാൽ. വേറെ ആടുത്ത് ഞാൻ അവിടെ സംസാരിക്കത്തില്ല. ഇവരുടെ സ്വഭാവം എല്ലാം ഒരുമാതിരി സ്വഭാവമാണ് ഇവരുടെയൊക്കെ. അവിടെ ജോലിക്ക് പോകത്തില്ല, അതിന് അടി. പിന്നെ എന്ത് പറഞ്ഞാലും ഇവരുടെയൊക്കെ സ്വഭാവം ഇങ്ങനെയാണെന്നാ കിച്ചു പറയുന്നത്. വീട്ടുകാരുടെ മൊത്തത്തിലുള്ള സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ മീഡിയക്കാരല്ല കേട്ടോ, നമ്മളവിടെ പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടല്ല, അവിടെ ജീവിച്ചൊരു മകൻ, അവിടെ ജീവിച്ചൊരു മനുഷ്യൻ, ഒരു വ്യക്തി വന്നിട്ട് പറയാണ് ഇവരുടെയൊക്കെ സ്വഭാവം ഒരുമാതിരത്തെ സ്വഭാവമാണെന്ന്. അവിടെ അനുഭവിച്ച വേദനകൾ ഓരോന്നും എണ്ണി ആ ഒരു വ്യക്തി പറയാണ്. ഇതിനും പോരാണ്ട് അച്ഛനും മകനും തമ്മിൽ സംസാരിക്കണതും ഇഷ്ടമല്ലായിരുന്നു രേണു സുധിക്ക്. അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഞാൻ പറയുന്നതല്ല, കിച്ചു പറയുന്നതാ. കടം വാങ്ങി ഇതൊക്കെ പറയണോന്ന് എനിക്ക് കുറെ കാര്യങ്ങളുണ്ട് എനിക്ക് പറയാം. എനിക്ക് എങ്ങനെ പറയണോന്ന് അറിയത്തില്ല എന്തൊക്കെ. അപ്പം ഒരു ദിവസം അച്ഛൻ വന്നിട്ട് പറഞ്ഞു നാളെ ഷൂട്ടുണ്ട്, ഒരു ഫ്ലവേഴ്സിന്റെ പ്രോഗ്രാം ഉണ്ട്, നീ വരണ്ട, അച്ഛനങ്ങ് പൊക്കോളാം. അമ്മയ്ക്ക് അതും ഇതൊക്കെ ഓരോ പ്രശ്നങ്ങളായിരുന്നു. എന്നെ കൊണ്ടുപോകുന്നത് ഷൂട്ടിന്, ഞങ്ങൾ 2 പേരും പോകുന്നത്, അതൊന്നും അമ്മയ്ക്ക് അങ്ങനെ വലിയൊരു. കിച്ചുവിന്റെ അച്ഛനും തമ്മിൽ അടുക്കുന്നത്, അതായത് സുധിയും കിച്ചുവും തമ്മിൽ അടുക്കുന്നത് രേണു സുധിക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടായില്ല. അതിന്റെ പേരിൽ വലിയ വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇവർ 2 പേരും ഷൂട്ടിന് പോകുമ്പോഴാണ് കൂടുതൽ ഇവർ അച്ഛനും മകനും കൊണ്ട് സംസാരിക്കുന്നത്. അച്ഛനും മകനെ അധികം അടുപ്പിക്കാതിരിക്കാൻ വേണ്ടി രേണു അവിടെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ രേണുവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ജോലിക്ക് പോയപ്പോൾ മകനോട് വരണ്ടെന്ന് പറഞ്ഞത്. ആ സമയത്താണ് കേട്ടോ ആക്സിഡന്റ് സംഭവിക്കുന്നത്. കേൾക്കാം. ഓക്കെ ആയിരുന്നു, അതിൻ്റെ ഇടയിൽ അടിക്കുണ്ടായിട്ടുണ്ട്.
എന്തോ ആർക്കും എന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു. പാവം അല്ലേ, സത്യം പറയാലോ പാവം തോന്നുന്നുണ്ട് കേട്ടോ കേട്ടിട്ട്. അങ്ങനെ അപ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ വിഷമങ്ങളാണേലും എന്തെങ്കിലും പറയാനായിട്ടാണെങ്കിലും എനിക്ക് വിളിക്കാനായിട്ടും അച്ഛനെന്നൊരു ഒരാളുണ്ട്. എനിക്ക് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ, എനിക്ക് എന്തൊക്കെ വിഷമമുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഒരാളെ വിളിക്കായിരുന്നു അച്ഛൻ. എന്തൊക്കെ ചെയ്താലും ഈ വിളിക്കും. പിറ്റേ ദിവസം എന്നാൽ രാത്രി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് രാവിലെ ഒരു 4 മണിക്ക് ആകുമ്പോൾ വരും, നീ എന്നെ ഒന്ന് ചങ്ങനാശ്ശേരി ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ 4 മണിയായപ്പം വിളിച്ച് ഫോൺ എടുത്തില്ല. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങി. ഞാൻ വിചാരിച്ച് അച്ഛനെപ്പോഴും ഈ ഷൂട്ടിനൊക്കെ പോയിട്ടുണ്ട് ഈ ഉറങ്ങിപ്പോകുന്ന സ്വഭാവം ഉണ്ട്. അപ്പം എന്നെ ഫോൺ എടുക്കത്തില്ല എന്നുള്ളൊരു ഇതായി. ഒക്കെ എന്നെ അമ്മ ഒന്ന് ഇങ്ങനെ തട്ടി എണീപ്പിച്ചിട്ട് നീ അച്ഛനെന്തോ പറ്റിയെന്ന് തോന്നുന്നു, ഒന്ന് വിളിച്ചു നോക്കാം. ഞാനിപ്പം എണീക്കുന്ന നേരെ അച്ഛൻ്റെ ഫോണിലോട്ടൊക്കെ വിളിക്കുന്നു. ഫോണിലോട്ട് വിളിച്ചിട്ട് എടുക്കുന്നതൊന്നുമില്ല, ഫോൺ സ്വിച്ച് ഓഫ് ഒക്കെ പറയുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി എന്തോ ഇതായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ നേരെ ആദ്യം അനൂപേട്ടനെ വിളിച്ചിട്ട് എന്തോ പറ്റിയ അനൂപേട്ട അച്ഛന്. അനൂപേട്ടൻ പറഞ്ഞിങ്ങനെ രക്ഷിക്കാൻ പറ്റിയില്ല, സോറി എന്ന് പറഞ്ഞിട്ട് ഫോൺ ഇങ്ങനെ കട്ട് ചെയ്ത്. ആ ഫോൺ എടുത്ത് എറിഞ്ഞ്. എന്തോ അനൂപേട്ട പറയുന്ന, അങ്ങനെ അനൂപേട്ട ചോദിച്ചേ എന്തോ അനൂപേട്ട പറയുന്ന. അപ്പം ഒരു കാലിൻ്റെ എൻ്റെ ശരീരം മൊത്തം ഇങ്ങനെ അങ്ങ് തണുത്തു പോയി ഭയങ്കരമായിട്ട്. എന്തൊക്കെയാ നടക്കുന്ന ആ ടൈമിൽ ഒന്നും അങ്ങോട്ട് അറിയാൻ വയ്യ. എന്തൊക്കെയോ നടക്കുന്നു, ആരൊക്കെയോ വരുന്നു എൻ്റെ അടുത്ത്, എന്തൊക്കെയോ ഒരു സിനിമയിലൊക്കെ നടക്കത്തില്ല അതുപോലെ ഇങ്ങനെ നടക്കുന്നു. ആരൊക്കെ വന്നിട്ട് എന്നെ ഒരു വണ്ടിയിൽ കയറ്റി ഇങ്ങനെ കൊണ്ടുപോകുന്നു. പൊക്കോണ്ടിരിക്കുക. അതിനിടയ്ക്കുള്ളൊരു ഇത് പറഞ്ഞുതരാം. പൊക്കോണ്ടിരിക്കുമ്പം ഇവർ നേരെ എനിക്കപ്പോഴും എൻ്റെ മനസ്സിലെ വിചാരം എന്ന് വെച്ചാൽ രൂപേട്ടൻ വല്ല പ്രാങ്ക് വല്ലതും ആണോ, അത് എനിക്കങ്ങോട്ട് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് അവിടെ ചെന്നാലേ എനിക്ക് ഇനി ഒരു സമാധാനം കിട്ടത്തുള്ളൂ. എനിക്ക് ചെല്ലണം. അപ്പോഴത്തേക്കും കാറിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നിടത്ത് ഇവര് അടിച്ചുപൊളിയാ പോകുന്ന വഴിക്ക്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്നതെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് എന്തോ ചെയ്യും, ഋതപ്പനെ ഞാൻ എങ്ങനെ നോക്കും. എനിക്ക് ഇതൊക്കെ ഭ്രാന്തടിച്ച് ഇങ്ങനെ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് സ്റ്റക്കായി ലൈഫ് ഇങ്ങനെ നിൽക്കുക. എന്തോ അങ്ങോട്ട് എങ്ങനെ ഒന്നും അറിയത്തില്ല, ഇങ്ങനെ നിൽക്കുക. ഇവര് 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നുണ്ട്. തുപ്പലിറക്കാൻ പറ്റുന്നില്ല എനിക്ക്, ഒന്നും മിണ്ടാതെ. എനിക്ക് അന്നോട്ട് തുടങ്ങിയത് എനിക്കൊന്നും റെസ്പോൺസ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഒന്നിനോടൊന്നും. ഒരു തുണി ഇങ്ങനെ മാറ്റി കാണിച്ചു. ആരോടും സ്നേഹമില്ല എന്നുള്ളത് മകന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ നിൽക്കാൻ നേരത്തെ അനൂപേട്ടൻ വന്നിട്ടുണ്ട്. അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം, ഇതിൻ്റെ പരിപാടികളെല്ലാം നോക്കിക്കോളാം, എന്താന്ന് വെച്ചാൽ അവർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവരതൊക്കെ ചെയ്യുന്നു. ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ബോഡി കൊല്ലത്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ വണ്ടി ഇരിക്കുന്നവരാണെങ്കിൽ കൊല്ലത്ത് കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കുന്നു. പള്ളിക്കാരോ എൻ്റെ കൂടെ ഇരിക്കുന്ന മൊത്തം കുറേ പള്ളിക്കാരും അളിയനും പോവാ. ഇവരാണ് എൻ്റെ കയ്യിൽ നിന്ന് ഫോണൊക്കെ വാങ്ങി വയ്ക്കുന്നു. പറഞ്ഞാൽ മതി, പറ്റത്തില്ല, അങ്ങനെ ഇങ്ങനെ. എന്നിട്ട് ഞാൻ എറണാകുളത്ത് ചെന്നപ്പോഴത്തേക്കും അനൂപ് എൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞ് എനിക്ക് കൊല്ലത്ത് കൊണ്ട് കാണിക്കണം. ഞാൻ ആ സ്റ്റാൻഡിൽ നിന്നിട്ട് രാത്രി കൊല്ലത്ത് കൊണ്ടൊക്കെ കാണിച്ച് തിരിച്ചു വന്ന്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എന്തോ ചെയ്യാം, എന്തോ അങ്ങോട്ട് ഒന്നും ഇതില്ലായിരുന്നു. ഇതൊക്കെ അനൂപേട്ടൻ വന്നിട്ട് ഇങ്ങനെ കൂടെ ഒരു ബില്ല് റെഡി ആയിക്കൊണ്ട് എൻ്റെ കൈ കൊണ്ട് തന്നു. 1,80,000 രൂപ അങ്ങാണ്ട് മൊത്തം അച്ഛൻ്റെ സംഭവങ്ങളെല്ലാം ഇതാക്കിയതിന് 1,80,000 രൂപ ബില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൊണ്ട് തന്നത്. ഫ്ലവേഴ്സുകാരുടെ കൊടുക്കുന്ന പറഞ്ഞിട്ട് എൻ്റെ കൊണ്ട് തന്നു. ഞാൻ അപ്പം അനൂപൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയുന്ന. അനൂപേട്ടൻ അതായത് സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി മരിച്ച് ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം 1,80,000 രൂപയുടെ ബില്ല് പള്ളിക്കാർ കൊണ്ടുപോയി കൊടുത്തു. അതിന്റെ ട്വിസ്റ്റ് വരാറുണ്ട് കേട്ടോ. ഒരു പുള്ളിയും കൂടെ വിടാം,
എന്നിട്ട് നീയും ആ ചേട്ടനും കൂടെ പോയി എല്ലായിടത്തും നീ തന്നെ പോയി ബില്ലുണ്ടാക്കി ഇതാക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും മായില വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനാണ്, ആ ചേട്ടനും കൂടെ വന്ന് ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം അവിടെ ഇവിടെ പോയി എല്ലാവരും ബില്ല് റെഡിയാക്കി 89,000 രൂപ എങ്ങാണ്ടാന്ന് തോന്നുന്നു മൊത്തം. ഞാൻ ഡയറക്റ്റ് തന്നുകൊണ്ട് എല്ലാവരും ഇങ്ങനെ എന്താ നോക്കണല്ലേ, ഒരാള് മരിച്ചിട്ട് ആ ബില്ലിൽ പോലും പൈസയൊക്കെ കുറച്ച് തന്നു. അങ്ങനെ മൊത്തം ഒരു 89 രൂപ എങ്ങാണ്ട് ബില്ലായി. അത് ഞാൻ ഇട്ട് കൊടുത്തു ഫ്ലവേഴ്സായി. അത് അനൂപ 1,85,000 ആയിരുന്ന ബില്ല് 1 ലക്ഷം അങ്ങോട്ട് മാഞ്ഞു പോയി, 89,000 ആയി. ആ ബില്ലിലും ഒരാൾ മരിച്ചു കിടന്നിട്ട് ആ ബില്ലിൽ വരും കള്ളത്തരം ഉണ്ടാക്കിയ ആൾക്കാരാണ് കേട്ടോ രേണുകൂടിന്റെ കൂടെ ഉള്ളവര്, വീട്ടുകാർ. എല്ലാരും കൂടെ ചെയ്തതെല്ലാം പൈസ എല്ലാം ക്ലിയർ ചെയ്ത് ഒറ്റയ്ക്കായി ഞാൻ. ആ ടൈമിൽ ആദ്യമൊക്കെ അമ്മ എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരുന്നു എന്നോട്. ആ ടൈമില് അച്ഛൻ വെച്ച ടൈമിൽ ഞാൻ വെച്ച് ഒരു സ്നേഹം ഇങ്ങനെ കിട്ടുന്നുണ്ട്, എന്തോ എല്ലാ സ്നേഹം ഉണ്ടാവുമല്ലോ, കാരണം ഫ്ലവേഴ്സിൻ്റെ നിന്നും ബാക്കിയുള്ളവരിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടണമെങ്കിൽ ഈ മകൻ വേണം. മകനാണല്ലോ എല്ലാവരുടെ അടുത്തും ചോദിക്കുന്നത്, മകൻ്റെ കയ്യിലാണ് കൊടുക്കുന്നത്, ഇവരുടെ കയ്യിലേക്ക് എല്ലാ പൈസ കൊടുക്കുന്നത്, പൈസ എല്ലാം കൊടുക്കുന്നത് മകൻ്റെ കയ്യിലേക്കാണ്. അപ്പോൾ മകനെ സുഖിപ്പിച്ച് നിർത്തിയാലേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നിവർക്ക് അറിയാം. അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആ വീട് കിട്ടണ വരെ രേണു സുധീര നാടകം ഉണ്ടായിരുന്നു. എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ ഇങ്ങനെ ആൾക്കാരുണ്ട്. പക്ഷെ അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതും ഇല്ല, ഭയങ്കരമായിട്ട് ഇതാവുന്നു. അവിടെ ആ സ്നേഹം കണ്ടിട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. അവിടെ ആണെങ്കിൽ കുഞ്ഞിലോട്ട് അവിടെ അല്ലേ നിന്നിട്ടുള്ളതും. എനിക്കാണെങ്കിൽ അന്ന് അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് ഇവരോട് ഇവിടെ നിന്ന് പഠിച്ചോട്ടെ എന്ന് ചോദിക്കാൻ ഒരു പേടി. ആ സമയത്ത് എല്ലാത്തിനോടും ഒരു പേടി. എനിക്ക് എൻ്റെ ഒരു വിഷമോ കാര്യമോ ആരും ഇല്ല. അവിടെ നിന്ന് വഴക്കുണ്ടാക്കിയ ഭർത്താവിനെയും കൊച്ചിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ആ ചെറുക്കനിട്ട് ഇങ്ങനെ വേദനിപ്പിച്ച് മാനസികമായി തകർത്ത് ഒറ്റപ്പെടുത്തി അതിനിപ്പോൾ അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ആക്കി. ഒരു കുട്ടിയുടെ ജീവിതമാണ് കേട്ടോ രേണു ഇങ്ങനെ കളിച്ച് ഇട്ടിരിക്കുന്നത്. എല്ലാവരും മനുഷ്യ രേണു പറയുന്നുണ്ട്, എന്തിനാണ് എല്ലാവരും എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്, എൻ്റെ പിന്നാലെ നടക്കുന്നതെന്ന്. കർമ്മ രേണു ഇതിനു മുമ്പ് എത്ര പേരോടാണ് ഈ ദ്രോഹം കാണിച്ചിരിക്കുന്നത്. ആ വ്യക്തി ആ ചെറിയൊരു കുട്ടിയുടെ മനസ്സ് എന്തുമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള ശിക്ഷയാണ് രേണുവിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇല്ല, എനിക്കൊന്നും പറയാനായിട്ട് സത്യം പറഞ്ഞ ഞാൻ ആ ഒരു സമയത്തൊരു പ്രശ്നം ഇതൊക്കെ അറിയായിരുന്നു, നല്ല സ്വഭാവം അല്ല അതൊക്കെ. പക്ഷെ അത് ഞാൻ മനസ്സിലാക്കി. എന്നിട്ട് ഞാൻ ആ ടൈമിൽ എന്തൊരു ജോലി അറിയായിരുന്നു നല്ല സ്വഭാവം അല്ലെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. ഇതിൻ്റെ ഇടയിൽ വേറെ സ്റ്റോറി ഉണ്ട്, അത് കിച്ച് സ്കിപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ അതൊരു പരസ്യമായ രഹസ്യമാണ്. ഹനാൻ പറഞ്ഞില്ലേ അത്. റബ്ബറിന്റെ ഒരു ജോലിക്ക് ഞാൻ ഇങ്ങനെ പോയായിരുന്നു. ഒരു കൂട്ടാൻ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തപ്പോൾ അങ്ങനെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ വല്യമ്മ അതൊക്കെ കണ്ടിട്ട് കരച്ചിലൊക്കെ ആയി. അങ്ങനെ വല്യമ്മ എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിൽ കൊല്ലത്ത് പോവാ, നീ അവിടെ നിന്ന് ഇതാക്ക്, അങ്ങനത്തെ ഒരു ഇതായി. അങ്ങനെ ഞാൻ കൊല്ലത്ത് വന്നു. ഞാൻ അവിടെ ഞാൻ പറഞ്ഞ് എനിക്ക് കൊല്ലത്ത് നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ അവരൊന്നും പറഞ്ഞൊന്നുമില്ല എൻ്റെ അടുത്ത്. സംസാരിക്കാറില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ എൻ്റെ ഒരു ഇതിൽ നടക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് സൗകര്യം ഒന്ന് വിചാരിച്ചു, കാരണം രേണുവിനെ സംബന്ധിച്ച് അവിടുത്തെ പൈസ കിട്ടണമായിരുന്നു. ഇപ്പൊ ഈ മകൻ പോയി കഴിഞ്ഞാൽ അതിന്റെ ചെലവ് കൂടി നോക്കണ്ടല്ലോ. സോ പോയി നീ പോണെങ്കിൽ കൊല്ലത്ത് പോയി പഠിക്കടാ എന്ന് പറഞ്ഞ കൊല്ലത്തേക്ക് പറഞ്ഞു വിട്ടു. രേണുവിന് ഇവിടെ എല്ലാം കിട്ടിയില്ലേ, പിന്നെ എന്താ കുഴപ്പം. വീടിന്റെ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചോദിച്ച് ഫ്ലവേഴ്സിലെ മായില ചേട്ടൻ വന്ന് ചോദിച്ച്, നിനക്കും ഋതപ്പൻ്റെ പേരിലും കൂടെ ഒരു വീട് വെച്ച് തരാം, നിനക്ക് എവിടെ വേണം വീടെന്ന് ചോദിച്ചു. ഞാൻ ആ ടൈമിൽ അവരുടെ ഒരു സ്നേഹമൊക്കെ ഒരു ഇതൊക്കെ കണ്ടിട്ട് ഋതപ്പൻ്റെ കാര്യം ഓർത്ത് എൻ്റെ മനസ്സിൽ ഇതായിരുന്നു പ്ലാൻ. ഒരു എന്തെങ്കിലുമൊക്കെ പഠിക്കാന്നുള്ള രീതിയിലെല്ലാം മാറി നിൽക്കാൻ എനിക്ക് ഇവിടെ പറ്റത്തില്ല. എനിക്ക് അവിടെ നിൽക്കാൻ ഒട്ടും പറ്റത്തില്ല, അച്ഛനില്ലാതെ ഒട്ടും പറ്റത്തില്ല. ആണോ പാട്ട് പാടിയില്ല, അപ്പം അതിനകത്ത് മെൻഷൻ ചെയ്യുന്ന ആളെ എനിക്കിപ്പോൾ മെൻഷൻ ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി മൊത്തം നോക്കിയത് ഇപ്പം എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റും. വീട് വെച്ച് തരാമെന്ന് ഫ്ലവേഴ്സ് ചാനലുകാർ അവർ പറഞ്ഞു, വീട് വെച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ എവിടെ വേണമെന്ന് വെച്ചാൽ കൊല്ലത്ത് വേണോ അല്ലെങ്കിൽ കോട്ടയത്ത് വേണോ എന്ന് അനിയനെ ഓർത്തിട്ട് ഋതപ്പനെ ഓർത്ത് ആ ഒരു ചേട്ടനെ അത് വിട്ടുകൊടുക്കുകയാണല്ലേ. ആ ഒരു കൂടപ്പറപ്പിനോടുള്ള സ്നേഹം വിട്ടുകൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് കോട്ടയത്ത് മതി. ആ ഒരു കുഞ്ഞു കൊച്ചിന് വേണ്ടിയിട്ടാണ് അത്
വിട്ടുകൊടുത്തത്. എന്നിട്ട് ആ വീട് ഇല്ലാതാക്കാൻ വേണ്ടി ഈ രേണുവിൻ്റെ വാലുകളും കൂടിയിട്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്. ഈ വാലുകൾ എല്ലാവരും കൂടി അച്ഛനെയും എല്ലാവരെയും കൂടി മോശമാക്കി പറഞ്ഞ് ആ മകൻ കാരണമാണ് ആ വീട് കിട്ടിയത്. ആ മകന് വേണ്ടിയിട്ടാണ്, മകനോടാണ് ചോദിച്ചത് എവിടെ വേണം നിനക്ക്. ആ മകനാണ് കോട്ടയത്ത് മതി എന്ന് പറഞ്ഞത്. ഇപ്പോൾ അവിടെ താമസിക്കുന്നത് രേണുവിൻ്റെ അച്ഛൻ, അമ്മ, ചേച്ചിയുടെ ഭർത്താവ്, ചേച്ചിയുടെ മക്കൾ, അവരൊക്കെയാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നത്. രേണുവിനെ കൊടുത്ത് മകന് ആർക്കാ കൊടുത്തേ? കിച്ചുവിനും ഋതുപ്പനും കൂടെ കൊടുത്തേ. കിച്ചു കോട്ടയത്താണ്, കാരണം കോട്ടയത്തല്ല കൊല്ലത്താണ്. അതെന്തുകൊണ്ടാ? കോട്ടയത്ത് നിൽക്കാൻ പറ്റില്ല, അവരുടെ കൂടെ നിൽക്കാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല എന്ന് കിച്ചു നല്ല ബോധ്യമുണ്ട്. കിച്ചുവിൻ്റെ കുടുംബത്തെ അത്രത്തോളം അനുഭവിച്ചു. അത് കഴിഞ്ഞ് കൊല്ലത്തേക്ക് തിരിച്ച് വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെ കുറേ നല്ല സുഹൃത്തുക്കൾ വന്നു. പിന്നെ കിച്ചു ഇപ്പോൾ ഈടായിട്ട് ഒരു പാട്ടും പാടിക്കൊണ്ടൊക്കെ വരാറുണ്ടല്ലോ. എന്തോ ഒരു ലൈഫിൽ ഒരു പുതിയൊരാൾ കയറി വന്നിട്ടുണ്ട്. നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ. അതുകൊണ്ടാ എന്നാ ഞാൻ ഇപ്പൊ മനസ്സിലായില്ല, ആ ഒരു കണക്ഷനാണ് ഞങ്ങള്. അമ്മ വിളിക്കുന്ന വെച്ചാൽ അമ്മ എന്തെങ്കിലും അമ്മയുടെ കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ഇല്ല അങ്ങനെ ഞങ്ങൾ തമ്മില്. എന്തെങ്കിലും ഒരു ആവശ്യം അങ്ങനത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാ, ഇങ്ങനത്തെ ഓരോ ഇതൊക്കെ ഇറങ്ങിയിട്ടേ ഇപ്പൊ ഞാൻ പറഞ്ഞ കുറച്ച് കൂട്ടുകാരുണ്ട്. രേണു പറയണ പോലെ രേണുവും കിച്ചുവുമായിട്ട് ഭയങ്കര ആത്മാർത്ഥ ബന്ധമൊന്നുമല്ല ഇവര് തമ്മിൽ. രേണു പറഞ്ഞതെല്ലാം പച്ചക്കള്ളാണ്. മകനായിട്ട് സംസാരമോ പിടുത്തോ ഒന്നുമില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാലുണ്ടല്ലോ, രേണു അത്രത്തോളം അതൊന്നുമില്ല. രേണു എന്നിട്ട് മീഡിയാസിൻ്റെ മുമ്പിൽ ആ കിച്ചു അമ്മ വെക്കട്ടെ കേട്ടോ, ശരി മോനെ, ശരി കുട്ട എന്നൊക്കെ പറഞ്ഞ് രേണു നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാന്നേ. എല്ലാം അഭിനയമാണ്. രേണു എന്ന് പറയുന്ന പക്ക ഫ്രോഡിൻ്റെ മുഖമൂടി കിച്ചു കാണിച്ചിരിക്കുകയാണ്. അത് സത്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് ആ ചെറുക്കൻ വന്നിരിക്കുന്നു. അല്ലാതെ രേണുവിനെ നശിപ്പിക്കണം അല്ലെങ്കിൽ രേണുവിൻ്റെ മുഖമൂടി വലിച്ചു കയറണമെന്ന് വെച്ചിട്ടൊന്നും അല്ല. ആളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ ഓരോന്ന് പറയുന്നു. രേണു ഇപ്പോൾ കിച്ചു പൈസക്ക് വേണ്ടിയിട്ടാണ് നിന്നത്. നക്കാപ്പിച്ച കൊടുക്കും, പൈസ മതി. കിച്ചുവിന് വളരെ മോശമാണ്. അപ്പോൾ ആ കാറ് വാങ്ങിയിരിക്കുന്ന പോലെ അതിൻ്റെ വരുമാനം കൊണ്ട് വാങ്ങിച്ചിരിക്കും. അത് റബ്ബർ വെട്ടിയും അത് ചെറിയ പണിക്ക് പോയി ഒക്കെ ഉണ്ടാക്കിയ പൈസ, പിന്നെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം, ഇതെല്ലാം കൂടിയും കൂട്ടിയിട്ടാണ് ആ ചെറുക്കൻ ഒരു കാറ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ രേണു ഇത് പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നത്, മറ്റുള്ളവർ പറഞ്ഞുണ്ടാക്കി രേണു ഇതിനെ സൈലൻ്റായിട്ട് സമ്മതിച്ചിരിക്കുന്നത് രേണു കാറ് വാങ്ങിച്ചു കൊടുത്തു എന്നാണ്. അവിടെ സ്വിഫ്റ്റ്, മൂത്ത മകൻ സെക്കൻഡ് ഹാൻഡ് ഒരു സ്വിഫ്റ്റ് വാങ്ങിച്ചു. രേണു പുതിയൊരു സ്വിഫ്റ്റ് വാങ്ങിച്ചു, പുതിയത്. രേണുവിൻ്റെ സ്വഭാവം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ എന്തുകൊണ്ടാണ് കിച്ചു ഇത്ര നാൾ പറയാതെ വായിൽ പഞ്ചപുച്ഛം അടക്കിയിരുന്ന കിച്ചു എന്തുകൊണ്ട് ഇപ്പോൾ തുറന്നു പറഞ്ഞു വന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്വന്തം കൂട്ടുകാരുടെ അമ്മയുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റുന്നില്ല. ഈ മൂന്നാം അമ്മ എന്ന് പറയുന്ന സ്ത്രീ എന്തുമാത്രം ബുദ്ധിമുട്ടാണ് ആ ചെറുക്കൻ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ആ കൂട്ടുകാരുടെ അമ്മയെ പോലും എനിക്കൊന്ന് ഫേസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനായിപ്പോയി. അവരും എല്ലാവരും ഇപ്പം എന്നെ അങ്ങനെ ഒരു ചെറുക്കൻ അങ്ങനത്തെ രീതി കാണണമെന്ന് അതൊക്കെ ഒരു ഫീലാവുന്നു ഭയങ്കരമായിട്ട്. ഇതൊക്കെ ഞാൻ മൊത്തം പറഞ്ഞിട്ടില്ല, ഒരു 20% എന്നെ കൊണ്ട് പറയാൻ പറ്റിയിട്ടുള്ളൂ. ഒന്ന് മനസ്സിലാക്കിയെടുക്കട്ടെ എന്നെ കൊണ്ട് പറ്റാത്ത ഈ ഒരു 20% മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 20% കൊണ്ട് നമുക്ക് മനസ്സിലായി സത്യം എന്താണെന്നുള്ളത്. അവനിപ്പോൾ മുഴുവനും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50% എത്തിക്കഴിഞ്ഞാൽ രേണുവിനെ കല്ലെറിയും വന്നിട്ട്. ഇപ്പോൾ പോയിരിക്കുകയാണ് അങ്ങോട്ട് ദുബായിൽ. പോയിട്ട് വരട്ടെ. എന്തായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള പണികളൊക്കെ കുടുംബക്കാരും നാട്ടുകാരും എല്ലാവരും കൂടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കേസ്, എക്സൈസ് കേസ്, സൈബർ കേസ്, ഇപ്പം മകനും രംഗത്ത് വന്നിരിക്കുകയാണ്. ഞാൻ അതെല്ലാം ഓർക്കുന്ന കേസ്. ഇതിപ്പോൾ കിച്ചുവിന് പറയാൻ കാരണങ്ങൾ എന്തെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കാനുണ്ട്. ആ ചെറിയ മകൻ എന്ത് ചെയ്യുമല്ലേ? അവൻ വളർന്നു വലുതാകുമ്പോൾ അവൻ എന്ത് ചെയ്യുമല്ലേ? ഇതേപോലെ അവനും ഫേസ് ചെയ്യേണ്ടി വരില്ലേ? രേണു ഇതൊക്കെ ഒന്ന് ഓർത്തിട്ട് ചെയ്തുകൂടെ ഓരോ കാര്യങ്ങൾ. എന്തായാലും സ്വന്തം കൂട്ടുകാരുടെ അമ്മമാരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ ഒരു മകനെ കൊണ്ട് എത്തിച്ച രേണു സമ്മതിച്ചു, നമിച്ചു. ഒരു കിച്ചുവിൻ്റെ ഒരു വീഡിയോ, ഇതിനു മുമ്പ് കിച്ചു ഇതുപോലെ ഇടയ്ക്ക് വീഡിയോസ് ഒക്കെ ആയിട്ട് വരുമെങ്കിൽ ഞാൻ അധികം ഒന്നും വരാറില്ല. പക്ഷേ ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യണം തോന്നി. അത് വേറെ ഒന്നും ഉണ്ടല്ല ഗൈസ്, അത് ഈ കുട്ടി അനുഭവിച്ചിട്ടുള്ള വേദനകൾ എന്തോ ഒരു മനസ്സിൽ ടച്ച് ചെയ്യുന്ന പോലെ എന്തോ പാവം തോന്നി എനിക്കത് കേട്ടപ്പോൾ. ആ ചെറിയ പ്രായം മുതൽ ഈ ഒരു പ്രായം വരെ അത് അനുഭവിച്ച് വന്നിട്ടുള്ള ഒരു ഘട്ടങ്ങളാണ് കേട്ടോ. എന്തായാലും കിച്ചുവിന് ഫുൾ സപ്പോർട്ട് കൊടുക്കുക അല്ലേ? എന്തായാലും ഇത് സത്യം തന്നെയാണ്, അല്ലാണ്ട് ഉണ്ടാക്കി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഉണ്ടാക്കി പറയുന്നതും അല്ലെങ്കിൽ സത്യം എന്താണെന്ന് മനസ്സിലാക്കാനൊക്കെ നമുക്കറിയാലോ. നമ്മൾ മനുഷ്യന്മാരല്ലേ, നമ്മുടെ കയ്യിലൂടെ ഓടുന്നതും ചുമന്ന രക്തം തന്നെയാണല്ലോ. നമുക്കറിയാലോ സത്യം എന്താണെന്നുള്ളത് അല്ലേ? അപ്പോൾ കിച്ചു പറഞ്ഞത് 100% സത്യമുള്ളൊരു കാര്യമാണെന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമായി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഗുരുമന്ത്ര അപ്ഡേറ്റിലേക്ക് പോയാലോ? ഗുരുമന്ത്രയിൽ ഒരുപാട് പേര് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ഇതിനു മുമ്പ് പല സൈറ്റിൽ നിന്നും ഇതുപോലെയുള്ള ബ്രേസ്ലെറ്റുകൾ വാങ്ങി
ഇതേപോലുള്ള ബ്രേസ്ലെറ്റുകൾ വാങ്ങിയിട്ടുണ്ട്. പലതിനും പല റേറ്റ്, ഭയങ്കര റേറ്റാണ്. അത് കഴിഞ്ഞിട്ടാണ് വിപിതയുടെ വീഡിയോ കണ്ടത് എന്നുള്ളത്. എന്നോട് പലരും പറയുന്ന ഒരു കാര്യമാണ്, ഇത് ഭയങ്കര റേറ്റ് കുറവാണല്ലോ, കമ്പാരിറ്റീവ്ലി കുറവാണല്ലോ എന്ന്. തീർച്ചയായിട്ടും അതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റിൽ നിങ്ങൾക്ക് എവിടെ കിട്ടുന്നതിലും റേറ്റ് കുറവായിട്ട് ഗുരുമന്ത്രയിൽ പ്രൊഡക്റ്റ് കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കത് സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പോയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. ഡയറക്റ്റ് അവിടെ പോയി കണ്ട് മനസ്സിലാക്കി നമ്മൾ കസ്റ്റമറുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ചിലർ എനിക്ക് ലോക്കറ്റ് ഇന്ന വേണമെന്ന് പറയും, ചിലപ്പോൾ റിങ് ഇങ്ങനത്തെ മോഡൽ വേണമെന്ന് പറയും. നിങ്ങൾ എന്ത് മോഡൽ പറഞ്ഞാലും നമുക്കത് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അതിന് കുറച്ച് ടൈം എടുക്കും, ഒരു 3-4 ദിവസം ടൈം ഡിലേ വരും എന്ന് മാത്രം. അത് ചെയ്തെടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്റ്റോൺസ്, ഏത് സ്റ്റോൺസ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ നിങ്ങളുടെ കയ്യിലേക്ക് ഗുരുമന്ത്ര എത്തിക്കും. അതിനൊന്നും ഒരുപാട് ചാർജൊന്നുമല്ല, വളരെ കുറവ്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 1000-ൻ്റെ താഴെയാണ് നമ്മുടെ എല്ലാ പ്രോഡക്റ്റിൻ്റെ റേറ്റ് വരുന്നത്. മോസ്റ്റ്ലി എല്ലാ പ്രോഡക്റ്റിൻ്റെ റേറ്റ് വരുന്നത് വളരെ കുറവാണ്. അപ്പോൾ കൂടാതെ ഇത് മാത്രമല്ല, കൂടാതെ ഇതുപോലെയുള്ള കരിങ്ങാലി ബ്രേസ്ലെറ്റ് നമ്മൾ കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കുന്നുണ്ട്. പലരും ഇത് ഒരുപാട് റേറ്റ് കൊടുത്തിട്ടാണ് ഈ കരിങ്ങാലി ബ്രേസ്ലെറ്റും കരിങ്ങാലി മാലയൊക്കെ പല പേജുകളിൽ നിന്നും പല സൈറ്റുകളിൽ നിന്നും നിങ്ങൾ വാങ്ങിക്കുന്നത്. പക്ഷേ ഗുരുമന്ത്രയിൽ നിന്നും ഏത് പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്കൊക്കെ ഈ കരിങ്ങാലി ബ്രേസ്ലെറ്റ് ഫ്രീ ആയിട്ട് കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കുകയാണ്. ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെ ഗുണം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ദൃഷ്ടിദോഷം നമുക്കുണ്ടാവുന്ന മറ്റു പല ദോഷങ്ങളാണെങ്കിലും നെഗറ്റീവ്സ് ആണെങ്കിലും ഈവിളൈ ആണെങ്കിലും എല്ലാത്തിനും ഒരു പ്രതിവിധിയാണ്, ഇതാണ് ഈ പറയുന്ന കരിങ്ങാലി എന്ന് പറയുന്നത്. ഈ വുഡിന് അത്രത്തോളം പവർ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റ് നമ്മൾ കോംപ്ലിമെൻ്ററി ആയിട്ട് ഗുരുമന്ത്രിയിൽ നിന്ന് നിങ്ങൾ ഏത് പ്രോഡക്റ്റ് വാങ്ങിച്ചാലും ഫ്രീ ആയിട്ട് കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ ഓവറോൾ പ്രോബ്ലം ഒക്കെ മാറണം. അതാണ് ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട്, പല പ്രശ്നങ്ങളും സോൾവ് ആയി വരുന്നു വിപിതാന്ന്. കുറേ പേര് എൻ്റെ കുറേ വോയിസും കുറേ മെസ്സേജസും കിടക്കുന്നുണ്ട് കേട്ടോ. ആദ്യ സ്ലോട്ടിൽ പോയവരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ നമ്മളോട് വിളിച്ച് പറയുന്നുണ്ട് എന്താണെന്നറിയില്ല, ഇപ്പോൾ നല്ല നല്ല വർക്കുകൾ കിട്ടുന്നുണ്ട്, ബിസിനസ്സൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ പോകുന്നുണ്ട് വിപിത, ഇതെന്താണെന്ന്. അതാണ് റേക്കിയുടെ ഗുണം എന്ന് പറയുന്നത്. റേക്കിയുടെ പവർ എന്ന് പറയുന്നത് അതാണ്. ഇത് നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു പവറുണ്ട്. ആ പവറും യൂണിവേഴ്സിൻ്റെ എനർജിയും കൂടി നമ്മൾ യോജിപ്പിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കി തരികയാണ്. അതിൻ്റെ ഒരു മീഡിയേറ്റർ മാത്രമാണ് ഞങ്ങൾ, ഒരു മീഡിയേറ്റർ മാത്രം. അതുകൊണ്ട് നോർമലി നിങ്ങൾ ഏത് പേജിൽ നിന്നും ഏത് സൈറ്റിൽ നിന്നും നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എനർജൈസ് ചെയ്ത് തരുന്ന പോലെ അല്ല ഗുരുമന്ത്ര കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്നത്. ഇത് റേക്ക് എനർജൈസ് ചെയ്തിട്ട് ആണ് നിങ്ങളുടെ കയ്യിലേക്ക് ഈ ഒരു പ്രോഡക്റ്റ് എത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണം എന്തായാലും അനുഭവിച്ചറിയണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ അനുഭവിച്ചറിയുന്നവർ എന്നോടൊന്ന് പറയുകയാണ്, ഇപ്പോൾ ബിസിനസ്സൊക്കെ എന്ത് മാജിക്കാണ് വിവിധ നടക്കുന്നത്. ഇതൊരിക്കലും മാജിക്കല്ല, ഇത് മിറാക്കിളാണ്. യൂണിവേഴ്സിൽ നിന്ന് മിറാക്കിൾ നിങ്ങൾ പ്രതീക്ഷിക്കും, മിറാക്കിൾ വരും, അത്ഭുതങ്ങൾ തരും. അതാണ് യൂണിവേഴ്സ്. അത്ഭുതങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫിൽ സംഭവിക്കും. നിങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചത് മുന്നോട്ട് പോയിക്കോ. കൂടാതെ നമ്മുടെ ഗോൾഡൻ ഡയറി എന്ന് വെച്ചോ ഗുരുമന്ത്ര തരുന്ന ഈ ബ്രേസ്ലെറ്റ് കൂടി ധരിച്ചിട്ട് നിങ്ങളുടെ കാര്യത്തിലേക്ക് കിടക്കുക. നിങ്ങളുടെ ജോബോ അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ത് തന്നെയാണെങ്കിലും അതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ. നല്ല മാറ്റങ്ങൾ ലൈഫിൽ സംഭവിക്കും. നിങ്ങൾ വേറെ ഏത് പേജിൽ നിന്നോ എനർജൈസ് ചെയ്തിട്ട് നിങ്ങൾ മേടിക്കുന്ന ഈ ബ്രേസ്ലെറ്റിനേക്കാളും ഒരു 100 മടങ്ങ് ഫലം റേക്ക് എനർജൈസ് ചെയ്യുന്ന ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുരുമന്ത്രയിൽ നിങ്ങൾ ഓരോ പ്രോഡക്റ്റിനും അതിന് ഗുണം ഉണ്ടാകും. ഞാൻ അത്ര വലിയ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ വന്നിട്ട് ഈ ഒരു മീഡിയയുടെ മുന്നിൽ ഇത്രയും ആൾക്കാർ കാണുന്നതിൽ ഞാൻ വന്ന് പറയണമെങ്കിൽ ചുമ്മാ ഞാൻ പറയില്ലല്ലോ. അത്രത്തോളം ഗുണം ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടല്ല ഞാൻ വന്ന് പറയുന്നത്. പിന്നെ ഒരിക്കലും പറ്റിക്കപ്പെടരുത്. നമുക്ക് ഒരിക്കലും ഇതൊരു മെഡിസിന് പകരമല്ല. നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം, ചെക്ക് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും മെഡിസിൻസും നമ്മൾ എടുക്കണം. അതിനൊന്നും വേണ്ടിയിട്ടുള്ള ഒരു പ്രതിവിധിയല്ല ഇത് എന്ന് ഞാൻ ആദ്യം തന്നെ നേരത്തെ മുതൽ ഞാൻ പറയുന്നുണ്ട്, അതൊരു പ്രതിവിധിയല്ല. പക്ഷേ നമുക്ക് ഏറ്റിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു പരിധി വരെ സോൾവ് ചെയ്യാനായിട്ട് ഇത് സാധിക്കും. അതായത് ഷുഗർ ഉള്ളവർ, ഉറക്കക്കുറവുള്ളവർ, ഇതൊക്കെ ഒരു തരത്തിലല്ല മറ്റു തരത്തിലൊരു അസുഖമാണല്ലോ. അപ്പോൾ നമുക്ക് അതിനൊക്കെ ഒരു മാറ്റം വരാനായിട്ട് അതിൻ്റേതായ രീതിയിലുള്ള സ്റ്റോൺസ് ഉണ്ട്. അത് യൂസ് ചെയ്യുമ്പോൾ ഒരു പരിധി സഹായിക്കും. നമ്മുടെ മനസ്സിൻ്റെ തോന്നലാണ്, അല്ലെങ്കിൽ നമുക്കൊരു മനസ്സിലൊരു ബലം വേണം, നമുക്കത് നടക്കണം എന്നുള്ളത് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടക്കും. അപ്പോൾ അതിനെല്ലാം നിങ്ങളെ സഹായിക്കുന്ന ഒരു ടൂളായിട്ടാണ് ഞാൻ ഈ ഓരോ സ്റ്റോൺസിനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യാറുള്ളത്. ഓരോ സ്റ്റോൺസ്, ഇത് മണി മാഗ്നറ്റാണ്. മണി അട്രാക്ട് ചെയ്യേണ്ട ഒരുപാട് സ്റ്റോൺസ് ഇതിനകത്തുണ്ട്. ഇത് അട്രാക്ട് ചെയ്ത് നിങ്ങളിലേക്ക് വരണമെങ്കിൽ അതിലുള്ള ബ്ലോക്കേജ് മൊത്തം മാറണം. ആ ബ്ലോക്കേജ് മാറ്റാനുള്ള പവർ ഈ സ്റ്റോൺസിനുണ്ട്. അതേപോലെ തന്നെയാണ് ഇത് നമ്മളിലേക്ക് മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളോട് തന്നെ ഒരു സ്നേഹം തോന്നാനും മറ്റുള്ളവർക്ക് നമ്മളോട് സ്നേഹം തോന്നാനും, അതുപോലെ നമ്മുടെ മൂഡ് സിങ്സ്, നമ്മുടെ ഹാർട്ട് ചക്ര ഒന്ന് ആക്റ്റീവ് ആക്കാനും ക്ലിയർ ആക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു പിങ്ക് കളറ്
സ്റ്റോൺ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെയാണ് ഇത് ഹൗലൈറ്റ് ആണ്. നമുക്ക് മൂഡ് സിങ്സ് അങ്ങനെയുള്ള നമുക്ക് തൈറോയിഡ് ഉള്ളവരൊക്കെ ഇതൊക്കെ മൂഡ് സിങ്സ് ഉള്ളവരൊക്കെ. അതേപോലെ തന്നെ എന്നോട് കുറേ പേര് പറയുന്നുണ്ട് തൈറോയിഡിന് വേണ്ടിയിട്ട് എന്താണ്, PCODക്ക് വേണ്ടിയിട്ട് എന്താണ്, അതിനൊക്കെ ഓരോരുത്തർ ഓരോന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് മെഡിസിൻ എടുക്കേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും മെഡിസിൻ എടുക്കാം, മെഡിസിന് പകരമല്ല. പക്ഷേ നമുക്ക് അതിന് വേണ്ടിയുള്ള സ്റ്റോൺസ് അവൈലബിൾ ആണ്. ഒന്ന് ത്രോട്ടിന് വേണ്ടിയിട്ട് നമ്മൾ സോഡ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങളിത് യൂസ് ചെയ്യും. ഇതിൻ്റെ പേരിൽ പലതരത്തിലുള്ള സ്റ്റോൺസ് നിങ്ങൾക്ക് തരും. സോഡ ലൈറ്റ് ത്രോട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ എവിടെ പോയി വേണമെങ്കിലും അന്വേഷിച്ചോളൂ. സോഡ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോണാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ വർക്കിനായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ത്രോട്ട് പരമായിട്ടുള്ള എന്തെങ്കിലും ആണെങ്കിലും നിങ്ങൾ ഈ ഒരു ഇതാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതും യൂസ് ചെയ്യാം. ഹാർട്ട് ഈ ഒരു സ്റ്റോൺ യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഓരോ ചക്ര ആക്റ്റീവ് ആക്കാനോ അതിനുള്ള എനർജി കൂട്ടാനും വേണ്ടിയിട്ട് നമുക്ക് ഓരോരോ സ്റ്റോൺസ് ഉണ്ട്. ആ സ്റ്റോൺസ് മാത്രം പറ്റിക്കപ്പെടരുത്. നിങ്ങൾ ഇവിടെ നിന്ന് മേടിക്കുകയാണെങ്കിലും അത് ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കി മാത്രം നിങ്ങൾ മേടിക്കുക കേട്ടോ. ഇപ്പോൾ ഗുരുമന്ത്രയിൽ ഓരോരുത്തർ വരുമ്പോഴും എൻ്റെ അടുത്ത് വരുന്ന ഓരോരുത്തരും ഞാൻ ചോദിച്ച് മനസ്സിലാക്കി മാത്രമേ അവർക്ക് ഈ ഒരു ഇത് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ 5, 10, 15 ദിവസം ഒന്നുമല്ല നമ്മൾ ഓരോർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. ഗുരുമന്ത്രയിൽ നിന്നോ നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും നമ്മളുടെ ഇൻസ്ട്രക്ഷൻ ഉണ്ടാകും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും നമ്മൾ ക്ലിയർ ചെയ്ത് തരും. നിങ്ങൾക്ക് ഇനിയും ഭാവിയിൽ എനർജൈസ് ചെയ്യണം, റേക്കി എനർജൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗുരുമന്ത്രമായിട്ട് കണക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് റേക്കി എനർജൈസ് ചെയ്ത് തരും. നിങ്ങളുടെ പ്രോഡക്റ്റ് അവിടെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. അതൊന്നും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് എന്തെങ്കിലും ദോഷങ്ങളോ ദുഷ്ടദോഷങ്ങളോ പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് പറഞ്ഞാൽ നമുക്ക് അയച്ചു തന്നാൽ മതി. അതുപോലെ തന്നെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ സ്ഥാപനത്തിനുണ്ടെങ്കിൽ അത് അയച്ചു തന്നാൽ നമുക്ക് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനും ബാക്കിയുള്ള കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങളൊക്കെ അറിയാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അങ്ങനെ അപ്പോൾ നമുക്ക് ഒരുപാട് റിങ്ങുകളുണ്ട്. അപ്പോൾ റിങ് വേണ്ടവരെ ഒന്ന് പറയാം. റിങ് ഇപ്പോൾ ഇന്നലെ വരെ 10 ആയിരുന്നു, ഇപ്പോൾ 13 പേരായിട്ടുണ്ട്. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഇതേപോലെ സ്മോക്കി കോട്ട്സിൻ്റെയോ ബ്ലാക്ക് ഒണിക്സിൻ്റെയോ നിങ്ങൾക്ക് എന്ത് സ്റ്റോണിൻ്റെ ആണ് ഇതിപ്പോൾ ഇങ്ങനെ ഇതേപോലെ ബ്രേസ്ലെറ്റ് ഇടാൻ താല്പര്യമില്ലാത്തവർ നിങ്ങൾക്ക് റിങ് മതി എന്നുണ്ടെങ്കിൽ റിങ് മതി എന്ന് പറഞ്ഞോളൂ. റിങ് നമുക്കത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. 2-3 ദിവസത്തെ താമസം മാത്രമേ ഉള്ളൂ റിങ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ റിങ് വേണ്ടവരാണ് റിങ് പറഞ്ഞോളൂ. അതെല്ലാം നമ്മുടെ ഗുരുമന്ത്രയിൽ അവൈലബിൾ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ. ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഇത് മറക്കണ്ട. ഇത് കോംപ്ലിമെൻ്ററി ആണ്, നമ്മുടെ സ്നേഹ ഉപഹാരമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പെട്ടെന്ന് ആയിക്കോട്ടെ. വിഷുവൊക്കെ അല്ലേ വരുന്നത്. എല്ലാവരും വാങ്ങിച്ചതൊക്കെ ധരിച്ച് നല്ല പോസിറ്റീവായിട്ട് എല്ലാവരും ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഗുരുമന്ത്രയിലെ ചെറിയൊരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും പ്രോഡക്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും